2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലമൊക്കെ പുറത്തു വന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റി. 103 സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി നാളെ ഐക്യ ജനാധിപത്യ മുന്നണിയായി മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം അധികാരമേൽക്കുവാൻ പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പാർട്ടികളും മന്ത്രിമാരെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടിയ 5 സീറ്റുകളിലേക്കുള്ള 5 മന്ത്രിമാരെ മുസ്ലിം ലീഗിന് UDF അനുവദിച്ചിട്ടുണ്ട്. ആ 5 മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അത് ഞാനിവിടെ പറയുകയാണ്. അതായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധികൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. അത് അപ്പോൾ തീരുമാനിക്കുള്ളൂ, ഇപ്പോൾ പറയില്ല. ഇല്ല, ഇപ്പോൾ മാറുന്ന മന്ത്രി പാറക്കൽ അബ്ദുള്ളായിരിക്കും. കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളക്ക് സ്ഥാനം അതിപ്പോൾ അപ്പോൾ തീരുമാനിക്കുള്ളൂ. വകുപ്പുകൾ അത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അതുണ്ടാകും, പുതിയ വകുപ്പുകളുണ്ടാകും. അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. അദ്ദേഹമായിരിക്കും അത് പ്രഖ്യാപിക്കുന്നത്. അത് മാറ്റത്തിനനുസരിച്ച് മുഖ്യമന്ത്രി പറയും. നേരത്തെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മിക്കവാറും ആ വകുപ്പിൽ തന്നെ ആയിരിക്കും. പുതിയ വകുപ്പ് ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയും. പാർട്ടി ലീഡർ പറയും.